ولكل وجهة هو موليها فاستبقوا الخيرات أينما تكونوا يأت بكم الله جميعا إن الله على كل شيء قدير. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. ബഹുമാന്യരായ അൽ മുബീൻ തഫ്സീർ പഠന സംരംഭത്തിലെ പഠിതാക്കളെ, റഹ്മാൻ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ നിയമ നിർദ്ദേശങ്ങൾ കഴിവിൻ്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കാൻ ശ്രമിച്ചുകൊണ്ട് തഖ്വയോടെ ജീവിക്കണേ എന്നു പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്കെല്ലാം അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. വിശുദ്ധ ഖുർആൻ സൂറത്ത് ബഖറയിലെ 148-ാമത്തെ വചനമാണ് ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലികുല്ലി വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ ഫസ്തബിഖുൽ ഖൈറാത്ത് ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതാണ് വചനം. വചനത്തിന്റെ മൊത്തം ആശയം വലികുല്ലിൻ വിജ്ഹത്തുൻ, എല്ലാവർക്കുമുണ്ട് അവർക്ക് അഭിമുഖീകരിക്കാനുള്ള ഓരോ ദിശകൾ, ഓരോ ഇടങ്ങൾ, അല്ലെങ്കിൽ ഓരോ വഴികൾ എല്ലാവർക്കുമുണ്ട്. ഹുവ മുവല്ലിഹ, അവൻ അതിലേക്ക് തിരിയുന്നവനാണ്. അതിനാൽ ഫസ്തബിഖുൽ ഖൈറാത്ത്, നന്മകളിലേക്ക് നിങ്ങൾ മുൻകടക്കുക. ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി നിങ്ങളെല്ലാം അല്ലാഹു തആല കൊണ്ടുവരിക തന്നെ ചെയ്യും. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. ഇതാണ് ആയത്തിന്റെ പൊതുവായ ആശയം. അഥവാ വിശ്വാസികളെ ഖിബില അല്ലാഹു തആല കഅബയിലേക്ക് മാറ്റിക്കൊടുത്തു. അതുവരെ മസ്ജിദുൽ അഖ്സയിലേക്ക്, ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ ആളുകൾ പിന്നീട് കഅബയിലേക്കായി അവർ തിരിയുന്നത്. അപ്പൊ സ്വാഭാവികമായും എന്തുകൊണ്ടാണ് ഇങ്ങനെ മുസ്ലിമീങ്ങൾക്ക് ഒരു ഖിബില, മറ്റൊരു വേറൊരു ഖിബില, ഓരോരുത്തർക്കും ഓരോ രീതികൾ, നിലപാടുകൾ ഇതെല്ലാം ഉണ്ടായത്? ഇത് പ്രപഞ്ചത്തിലെ വ്യവസ്ഥയാണ്. എല്ലാവർക്കും ഉണ്ട് അവരുടേതായ രീതികൾ. അതോടൊപ്പം ശർഈ കാര്യം നിശ്ചയിച്ചാലോ അത് പ്രാപഞ്ചിക വ്യവസ്ഥയുമാണ്, ശർഈയായ വ്യവസ്ഥയുമാണ്. ആ ഒരു തത്വമാണ് അല്ലാഹു തആല ഇവിടെ എടുത്തു പറയുന്നത്. ലികുല്ലിൻ വിജ്ഹത്തുൻ ഹുവ മുവല്ലിഹാ എന്ന് പറഞ്ഞതുകൊണ്ടാണ്. ലികുല്ലിൻ വിജ്ഹ, എല്ലാവർക്കുമുണ്ട് ഓരോ വിജ്ഹത്ത്, ഓരോ തിരിയുന്ന ഇടങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഹുവ മുവല്ലിഹ, അവൻ അതിലേക്ക് തിരിയുന്നവനാകുന്നു എന്നാണ്. ഇവിടെ വിജ്ഹത്ത് എന്ന് പറഞ്ഞാൽ ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അത് തഫ്സീർ അൽ വിജ്ഹത്തു വൽ വജ്ഹു വൽ ജിഹത്തു മഅനാഹാ വാഹിദ്. വിജ്ഹത്ത്, വജ്ഹ്, ജിഹത്ത് ഇതെല്ലാം ഒരേ അർത്ഥത്തിലാണ് എന്നാണ്. അപ്പൊ ജിഹത്ത് എന്ന് പറഞ്ഞാൽ ഭാഗം, വജ്ഹ് മുഖം, തിരിയുന്ന, അഭിമുഖീകരിക്കുന്നതിനെ കൊണ്ടാണ് മുഖത്തിന് വജ്ഹ് എന്ന് ഉപയോഗിക്കുന്നത്. വിജ്ഹത്ത്, വജ്ഹ്, ജിഹത്ത് എന്നിവയെല്ലാം മഅനാഹാ വാഹിദുൻ, എല്ലാത്തിന്റെയും മഅന ഒന്നാണ്. ഐ ലികുല്ലിൻ മിനൻ നാസി ജിഹത്തുൻ യതവല്ലാഹാ, എല്ലാ മനുഷ്യന്മാർക്കും ഉണ്ട് ജിഹത്തുൻ, ഓരോ വഴിയുണ്ട്, ഓരോ ഭാഗമുണ്ട്. യതവല്ലാഹാ, അതിലേക്ക് അവൻ തിരിയുന്നു. ഇവിടെ വഹൽ മുറാദുൽ അൽ ജിഹത്തുൽ ഹിസ്സിയ്യ അവൽ ജിഹത്തുൽ മഅനവിയ്യ അവ യശ്മിൽ അംറൈൻ, ഇവിടെ നേരെ കണ്ട് ബോധ്യപ്പെടാവുന്ന ഒരു ഭാഗം എന്ന അർത്ഥത്തിലാണോ, അതല്ല അള്ളാഹുവിന് തിരിച്ചു കൊടുത്ത ചില ആശയങ്ങൾ എന്ന അർത്ഥത്തിലാണോ, അത് രണ്ടും കൂടെയാണോ? രണ്ടും കൂടെയാണ് എന്നാണ് ശൈഖ് പറഞ്ഞത്. യശ്മിൽ അംറൈൻ, രണ്ട് കാര്യം ഇതിൽ ഉൾപ്പെടും. അഥവാ റബ്ബ് നിശ്ചയിച്ച വിശ്വാസങ്ങളുണ്ട്, അള്ളാഹു നിശ്ചയിച്ച ചില രീതികളുണ്ട്, അത് തിരിയാൻ പറഞ്ഞ ചില സ്ഥലങ്ങളുണ്ട്, അതനുസരിച്ചൊക്കെ തിരിയും. എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ഓരോരോ ഇടങ്ങൾ. ആ ഇടങ്ങളിലേക്ക് അവർ തിരിയും. ഹുവ മുവല്ലിഹ, അവർ അതിലേക്ക് തിരിയുന്നു എന്നാണ്. അപ്പൊ എല്ലാവർക്കും ഓരോരോ സ്ഥലങ്ങൾ. മാ യുംകിനു യത്തഫിഖുൻ നാസ് അലാ ജിഹത്തിൻ വാഹിദ, എല്ലാവരും ഒരേ വഴിയിലേക്ക് യോജിച്ചു വരിക എന്നുള്ളത് സാധ്യമല്ല. ഓരോരുത്തരും അവർക്ക് ഇഷ്ടപ്പെട്ട വഴികൾ അവർ സ്വീകരിക്കുന്നു.
കുല്ലുൻ ലഹു വിജ്ഹ, എല്ലാവർക്കുമുണ്ട് ഓരോ വഴികൾ, മാർഗങ്ങൾ. അൽ യഹൂദു ലഹും വിജ്ഹ വന്നസ്വാറ ലഹും വിജ്ഹ, യഹൂദികൾക്ക് അവരുടേതായ ഒരു രീതിയുണ്ട്, നസ്വാറക്ക് അവിടെ ഒരു രീതിയുണ്ട്. വൽ ബൂദിയൂന ലഹും വിജ്ഹ, ബുദ്ധന്മാർക്ക് അവിടെ ഒരു വഴിയുണ്ട്. വൽ മുശ്രികൂന ലഹും വിജ്ഹ, എല്ലാവർക്കുമുണ്ട് ഓരോ വഴികൾ. എന്ന പോലെ മുസ്ലിമീങ്ങൾക്കുമുണ്ട് ഒരു വഴികൾ. കുല്ലു വാഹിദിൻ ലഹു വിജ്ഹത്തുൻ മുവല്ലഹ മിൻ ഖിബലില്ലാഹി ശർഅൻ ഔ ഖദറൻ വശർഅൻ ഔ ഖദറൻ ഫഖത്ത്. മൂന്നാല് രൂപത്തിലുണ്ടാകും ഈ ജിഹത്ത്. ഒന്നുകിൽ ശർഈയായി അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു വിശ്വാസം, അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു ആദർശം, അള്ളാഹു നിശ്ചയിച്ചു കൊടുത്തൊരു ഖിബില, അതെല്ലാം ഉണ്ടാകും. അല്ലെങ്കിൽ ഒരു വ്യവസ്ഥയുടെ ഭാഗമായി, പ്രപഞ്ചത്തിന്റെ സിസ്റ്റത്തിന്റെ ഭാഗമായി ഓരോരുത്തർ തെരഞ്ഞെടുത്ത വിശ്വാസം ഉണ്ടാകും. അള്ളാഹു പഠിപ്പിച്ചതായിക്കോളമെന്നില്ല. അള്ളാഹു പഠിപ്പിച്ചതുമാണ് പ്രാപഞ്ചികവുമാണ് എന്നാണ് ഇസ്ലാം. എന്നാൽ അല്ലാതെ ആളുകൾ സ്വീകരിച്ച വ്യത്യസ്തമായ വഴികൾ ഉണ്ടാകും. അതൊക്കെ പ്രാപഞ്ചികമായ രീതികൾ മാത്രമാണ്. അതിനനുസരിച്ച് കുഫർ അതൊരു വിജഹത്താണ്. നിരീശ്വരവാദം ഒരു വിജഹത്താണ്. അത് അള്ളാഹു നിശ്ചയിച്ചതല്ല, അള്ളാഹു പഠിപ്പിച്ചതല്ല. എന്നാൽ പ്രപഞ്ചത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ്. അതുകൊണ്ട് വലിയ കുല്ലിം വിജ്ഹ, എല്ലാവർക്കുമുണ്ട് ഓരോ വിജ്ഹത്ത്, ഓരോ രീതികൾ, ഓരോ ഇടങ്ങൾ, തിരിയുന്ന സ്ഥലങ്ങൾ എല്ലാവർക്കുമുണ്ട്. ഹുവ മുവല്ലിഹ, അതിലേക്ക് അവർ തിരിയുന്നു. അവിടെ ഹുവ മുവല്ലാഹ എന്നും ഖിറാഅത്തുള്ളതാണ്. ഹുവ മുവല്ലിഹ എന്നും ഹുവ മുവല്ലാഹ എന്നും ഖിറാഅത്തുണ്ട്. അതിലേക്ക് അവൻ തിരിയുന്നു, അത് അവൻ തിരിയുന്ന ഇടമായി തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നർത്ഥം. ഇവിടെ ശൈഖ് റഹിമഹുല്ലാഹ് പറയുന്നു, ഇവിടെ ലൈസൽ മുറാദ് ബിഹാദിഹിൽ ജുംല തഖരീറു മാ അലൈഹി അഹ്ലുൽ കുഫ്രി മിനൽ കുഫർ. ഇതിനർത്ഥം കുഫറിന്റെ ആളുകൾ സ്വീകരിച്ച കുഫർ അത് ശരിയാണ് എന്നോ, നിരീശ്വരവാദം ശരിയാണ് എന്നോ ഒന്നുമല്ല. അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തു പിന്നെ അതൊക്കെ ശരിയാണെന്നാണോ? അല്ല, അത് പ്രാപഞ്ചികമായ വ്യവസ്ഥ പ്രകാരമാണ്. ശർഈയായി അല്ലാഹു നിശ്ചയിച്ചതോ ഒന്നുമില്ല. അത് ഒറ്റൊന്നേ ഉള്ളൂ, അതാണ് മുസ്ലിമീങ്ങൾ. ലാ യംബഗി ലക്കും അയ്യുൽ മുസ്ലിമൂന അൻ തഖൂലു ലിമാദാ ഇൻഫറദനാ അൻ ഗൈരിനാ ബിഹാദിഹിൽ ഖിബല. ഇവിടെ എന്തിനാ അത് പറഞ്ഞത്? എല്ലാവർക്കും ഒരു ഖിബല ഉണ്ട്, നമുക്ക് എന്തിനാ വേറെ ഖിബല എന്ന് മുസ്ലിമീങ്ങൾ പറയാൻ പാടില്ല. കാരണം മുസ്ലിമീങ്ങളുടെ ഖിബല ശർഈയുമാണ്, കൗനിയുമാണ്, പ്രാപഞ്ചിക വ്യവസ്ഥയുമാണ്, അള്ളാഹു നിശ്ചയിച്ച ശരീഅത്തുമാണ്. അവിടെ നമുക്കിത് മറ്റൊരുക്ക് അവരത് ആ ശരീഅത്ത് സ്വീകരിക്കാതെ അവർ മറ്റു വഴിക്ക് പോയി എന്നേ ഉള്ളൂ. അതുകൊണ്ട് അത് കാര്യമാക്കേണ്ടതില്ല. ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ ഖൈറാത്തുകളിൽ മുൻകടക്കുവീൻ. ഫസ്തബിഖു, നിങ്ങൾ മുൻകടക്കുവീൻ അൽ ഖൈറാത്ത്, നന്മയുടെ വഴികൾ ഏതെല്ലാം ഉണ്ടോ അവിടെയെല്ലാം നിങ്ങൾ മുൻകടക്കുവീൻ. ഇസ്തബിഖു, സബ്ഖ് എന്ന പദത്തിൽ ഇസ്തിബാഖ് എന്ന പദം ഉണ്ടാവുക. യദുൽ അലൽ ഇഫ്തിആൽ യഅനി അലാ സുദൂരി സാബിഖി മിൻ ഇസ്നൈനി. നിങ്ങൾ പരസ്പരം മത്സരിക്കുക എന്നർത്ഥം. രണ്ടുപേർ ചേർന്നുണ്ടാകുമാണ് ഇഫ്തിആൽ, അതായത് ഇസ്തിബാഖ്. മത്സരിക്കുവീൻ, ഒരാളേക്കാൾ മേലെ മറ്റേക്ക്, അയാളേക്കാൾ മുന്നിലേക്ക് എന്ന മട്ടിൽ ഖൈറാത്തുകളിലേക്ക് നിങ്ങൾ മുൻകടന്നു വരുവീൻ. ഖുർആൻ പറഞ്ഞത് വസാരിഉ ഇലാ മഗ്ഫിറ എന്ന് പറഞ്ഞത്, വസാബിഖു ഇലാ മഗ്ഫിറ എന്നൊക്കെ പറഞ്ഞ ആയത്തിന്റെ ആശയം സൂറത്ത് അൽ ഇംറാനിലെ ആയത്താണ് വസാരിഉ ഇലാ മഗ്ഫിറ. സൂറത്ത് ഹദീദിൽ പറഞ്ഞു സാബിഖു ഇലാ മഗ്ഫിറ, നിങ്ങൾ മത്സര ബുദ്ധിയോടെ വരൂ, വേഗത്തിൽ വരൂ, റബ്ബിന്റെ മഗ്ഫിറത്തിലേക്ക് വരൂ എന്ന് പറഞ്ഞു. അതാണ് ഇവിടെയും ഫസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തുകളിലേക്ക് നിങ്ങൾ മുൻകടന്നു വരുവീൻ, ധൃതിയോടെ മത്സര ബുദ്ധിയോടെ വരുവീൻ. സൂറത്ത് ഹജ്ജിൽ കാണാം യാ അയ്യുഹല്ലദീന ആമനൂ ഇർകഉ വസ്ജുദു വഅബ്ദു റബ്ബക്കും വഫ്അലുൽ ഖൈറ. നിങ്ങൾ സുജൂദ് ചെയ്യുക, റുകൂഅ് ചെയ്യുക, റബ്ബിനെ ഇബാദത്ത് ചെയ്യുക, അതോടൊപ്പം വഫ്അലുൽ ഖൈറ, ഖൈറുകൾ നിങ്ങൾ പ്രവർത്തിക്കുക. ആ ആശയമാണ് ഇസ്തബിഖുൽ ഖൈറാത്ത്, ഖൈറാത്തിലേക്ക് നിങ്ങൾ മുൻകടന്നു വരുവീൻ എന്ന് പറഞ്ഞത്. അതാണ് സാബിഖു ഇലാ മഗ്ഫിറത്തിൻ മിൻ റബ്ബിക്കും എന്ന് പറഞ്ഞത്. ആ മത്സര ബുദ്ധിയോട് കൂടി നിങ്ങൾ മുൻകടന്നു വരുവീൻ. ഫസ്തബിഖുൽ ഖൈറാത്ത് ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ. ഐനമാ തകൂനു, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി, യഅതി ബികുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ കൊണ്ടുവരിക തന്നെ ചെയ്യും. അഥവാ ഐനമാ തകൂനു എന്ന് പറഞ്ഞാൽ നിങ്ങൾ എവിടെയാണെങ്കിലും, ഐ ഫീ ബർരിൻ ഔ ബഹരിൻ ഔ ജവ്വിൻ ഫഇന്നല്ലാഹ യഅതി ബികും ജമീഅ. നിങ്ങൾ കരയിലാവട്ടെ, കടലിലാവട്ടെ, വായുവിലാകട്ടെ, എവിടെയാണെങ്കിലും ശരി, യഅതി ബികുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരും. എപ്പോ? യൗമൽ ഖിയാമ. അഥവാ യഹ്ശുറുല്ലാഹു അൽ അവ്വലീന വൽ ആഖിരീന ഫീ മഖാമിൻ വാഹിദ്. ആദ്യകാലക്കാലം മുതൽ
അവസാന കാലക്കാർ വരെ ഉള്ളവർ അല്ലാഹു തആല ഒറ്റ സ്ഥലത്ത് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടും. അതാണ് എല്ലാവരെയും അല്ലാഹു കൊണ്ടുവരും എന്ന് പറഞ്ഞത്. ഖുർആൻ സൂറത്തുൽ വാഖിഅയിൽ പറഞ്ഞു, ഖുൽ ഇന്നൽ അവ്വലീന വൽ ആഖിരീൻ ലമജ്മുഊന ഇലാ മീഖാതി യൗമിൻ മഅലൂം. ഇസ്ലാമായ ദിവസത്തിലേക്ക് എല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുക തന്നെ ചെയ്യും. അൽ അവ്വലീൻ എന്ന് പറഞ്ഞാൽ മുൻദു ഖലഖല്ലാഹുൽ കൗന ഇലാ അൻ യൻതഹി, അഥവാ ലോകത്തിന്റെ സൃഷ്ടിപ്പ് ആരംഭിച്ച അന്ന് മുതൽ അത് അവസാനിക്കുന്നത് വരെ എല്ലാവരെയും അല്ലാഹു തആല കൊണ്ടുവരും. യജ്മഉഹുമുല്ലാഹു തബാറക വതആല ഫീ ഹാദൽ യൗമി ഇലാ മീഖാതി യൗമിൻ മഅലൂം. അവരെല്ലാവരെയും ഇസ്ലാമായ ദിവസത്തേക്ക് അല്ലാഹു തആല കൊണ്ടുവരും. ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹ്, നിങ്ങൾ എവിടെയാണെങ്കിലും ശരി അല്ലാഹു നിങ്ങളെ കൊണ്ടുവരും എന്ന് അല്ലാഹു തആല പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ മറ്റൊരു ഖിബിലയെ കുറിച്ചോ ഇവരെ കുറിച്ചോ ഒന്നും നോക്കേണ്ടതില്ല. ആരെന്ത് ചെയ്തോട്ടെ, നിങ്ങൾക്ക് അല്ലാഹു നിശ്ചയിച്ച ഖിബിലയുണ്ട്. ആ ഖിബില പ്രകാരം നിങ്ങൾ തിരിയുക, നിങ്ങൾ ഖൈറാത്തുകളിൽ മുൻകടക്കുക. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. അല്ലാഹു തആല എല്ലാ കാര്യങ്ങൾക്കും കഴിവുള്ളവനാകുന്നു. വ്യത്യസ്തമായ സ്ഥലത്ത് അല്ലാഹു തആല പ്രയോഗിച്ച പ്രയോഗമാണ് അല്ലാഹുവിന്റെ ഖുദ്റത്ത്. അപ്പൊ എല്ലാവരെയും കൊണ്ടുവരാൻ, എല്ലാം രേഖപ്പെടുത്താൻ, എല്ലാവരെയും ഒരുമിച്ച് കൂട്ടാൻ റബ്ബിന് പറ്റുമോ? സംശയം വേണ്ട. അല്ലാഹു എല്ലാത്തിനും കഴിവുള്ളവനാകും. ലിഅന്നഹു അലീമുൻ ഖദീറുൻ, അല്ലാഹു അലീമാണ്, ഖദീറാണ്. അതുകൊണ്ട് അവർ കഴിയാത്ത ഒന്ന് എന്നതില്ല. എല്ലാം അറിയും. അറിയാതാകുമ്പോൾ ചിലപ്പോൾ കഴിയാതാകും. അതാണ് ശൈഖ് പറഞ്ഞ അൽ അജ്സു ഇമ്മാ മിൻ ജഹ്ലിൽ ഫാഇലി ഔ മിൻ അദമി ഖുദ്റത്തി. ഒരാൾക്ക് ഒരു കാര്യം ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ രണ്ട് വഴിക്കുണ്ടാവുക. ഒന്നുകിൽ ആ കാര്യത്തെ കുറിച്ച് കൃത്യമായി അറിയില്ല, അറിയാത്തതുകൊണ്ട് അയാൾക്ക് ചെയ്യാൻ പറ്റില്ല. അല്ലെങ്കിൽ അറിവുണ്ട് പക്ഷെ ചെയ്യാൻ കഴിവില്ല, അപ്പോഴും ചെയ്യാനാവില്ല. അല്ലാഹു തആല അലീമാണ്, ഖദീറാണ്. അല്ലാഹുക്ക് അറിയാത്ത ഒന്നുമില്ല, കഴിവില്ലാത്ത ഒന്നുമില്ല. അതുകൊണ്ട് തന്നെ എല്ലാം റഹ്മാനുള്ളവർക്ക് കഴിയും. അല്ലാഹു എല്ലാ കാര്യത്തിനും കഴിവുള്ളവനാകുന്നു എന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തിയത് അതുകൊണ്ടാണ്. അതിനാൽ അല്ലാഹു നിശ്ചയിച്ച ശർഈയായ ഏതെല്ലാം മാർഗമുണ്ടോ ആ മാർഗങ്ങളെല്ലാം നമ്മൾ സ്വീകരിക്കുക, അതിനെ പിൻപറ്റുക, ആ ഖൈറായ വഴികളിൽ മുന്നോട്ട് പോവുക. അല്ലാഹു തആല അത് പാഴാക്കുകയില്ല, അവനെ രേഖപ്പെടുത്തുകയും അതെല്ലാം പ്രതിഫലം നൽകുകയും എല്ലാവരും ഒരുമിച്ച് കൂട്ടുന്ന ദിവസത്തിൽ ഇതെല്ലാം കൃത്യമായ പ്രതിഫലം റബ്ബ് നൽകുകയും ചെയ്യും എന്നൊരു ഓർമ്മപ്പെടുത്തൽ കൂടി വചനത്തിലുണ്ട്. അതുപ്രകാരം അമൽ ചെയ്യാൻ പരിശ്രമിക്കുക. അല്ലാഹു തആല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാവട്ടെ. ബാറകല്ലാഹു ഫീനാ ജമീഅ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.